നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ദിവസം 11 7ഓളം ഇസ്ലാമിക് രാജ്യങ്ങളായിട്ടുള്ള ഒമാൻ അടക്കം, ജോർദാൻ അടക്കം, പിന്നെ UAE, സൗദി, ഖത്തർ എല്ലാ രാജ്യങ്ങളെയും മിസൈലുകൾ പായിച്ചിട്ടു ശേഷവും ഇറാൻ ഇതുവരെ എന്തുകൊണ്ടാണ് ഒരു മിസൈലുകൾ പോലും ഇസ്രായേലിലേക്ക് പായിക്കാത്തത്? കാരണം പിടിച്ചുപറി എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് കടന്നിരിക്കുന്ന ഇറാൻ ഇതുവരെ ഒരു മിസൈൽ പോലും ഇസ്രായേലിലേക്ക് വിട്ടിട്ടില്ല. ഒരുപാട് പേര് ആഗ്രഹിച്ചും കൊതിച്ചിരിക്കുമാണ് ഇസ്രായേലിലെ ജനങ്ങൾ ആ പറയുന്ന ബങ്കറിലേക്ക് എന്തുകൊണ്ട് ഓടിപ്പോകുന്നില്ല എന്നുള്ളതാണ് ലോകമാസകലം പലരും ചർച്ച ചെയ്യുന്നത്. കാരണം ഞാൻ അവിടെ വ്യക്തമാക്കി തരാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, 7ഓളം രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ മുതൽ ഒമാൻ വരെയുള്ള രാജ്യങ്ങൾ രഹസ്യമായി അമേരിക്കയോടും അതോടൊപ്പം തന്നെ ഇസ്രായേലും രഹസ്യമായി ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? ഓക്കെ, ഇന്നിപ്പോൾ നോക്കുക, ദിവസം 11 പല രാജ്യങ്ങളിലേക്കും അവരുടെ ജനവാസ കേന്ദ്രങ്ങൾ മുതൽ ഡീസലിനേഷൻ പ്ലാന്റ്, ഇലക്ട്രിക്കൽ പ്ലാന്റ്, കുവൈറ്റിലേക്ക് വൻ നാശനഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ അടിമുടി പാലങ്ങൾ, ബുഷേറിൽ നിന്നും വൻ സ്ഫോടനമാണ്. പിക്കാസ് മൗണ്ടൻ എന്ന് പറയുന്ന ഇറാനിലെ ഒരു മൗണ്ടനിലേക്ക് B2 ഒരു പക്ഷെ എപ്പോൾ വേണമെങ്കിലും എത്തുമായിരിക്കും. ട്രംപ് കരുതിയിരിക്കുകയാണ്. ഇന്ന് ട്രംപിന്റെ ആളുകൾ, പീറ്റ് ഹെക്സറ്റ്, ഇവിടുത്തെ ആഭ്യന്തര ഡിഫൻസ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് $87 ബില്യൺ അഡീഷണൽ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം നീണ്ടുപോകുന്നതായിരിക്കും. അടുത്ത കാലത്തൊന്നും യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു വലിയ നീണ്ട ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ചോദ്യം നമ്പർ 1, ഇസ്രായേൽ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല? ഉത്തരം വളരെ സിമ്പിളാണ്. ഇറാൻ ഈസ് സ്കെയർഡ് ഓഫ് ടാർഗറ്റ് അസാസിനേഷൻ. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. കാരണം ഇസ്രായേലിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അമേരിക്കയെ പോലെ ബിൽഡിംഗ് തകർക്കലല്ല, ബ്രിക്സ് ആൻഡ് മോർട്ടർ തകർക്കലല്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് ടാർഗറ്റ് അസാസിനേഷൻ. അതായത് IRGCയുടെ നേതാക്കന്മാരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന മൊസാദ് ഇസ്രായേലിലേക്ക് ഒരു മിസൈലിൽ ചെന്നാൽ തീർക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം IRGCക്കാർ. എങ്ങനെയെങ്കിലും ഒരു 6 മാസം കൂടി ട്രംപിന്റെ കാലാവധി തീരുന്ന വരെ വലിച്ചു നീട്ടാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ ആക്രമിക്കാത്തത്. അത് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ സന്തോഷിക്കുന്നില്ല. ഇസ്രായേൽ ഈസ് വെരി ക്ലോസ്, വളരെ അടുത്ത് തന്നെ ഈ പറഞ്ഞ യുദ്ധത്തിൽ ചേരുന്നതായിരിക്കും. കാരണം ട്രംപിന്റെ ഒരു ഇന്റൽ പോയിരിക്കുകയാണ്. അതായത് തുർക്കിയും ഒരുപക്ഷെ സിറിയയിൽ നിന്നും ആക്രമണം വരും എന്നുള്ള സാധ്യത മുന്നിട്ട് കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ചേരാത്തത്. പക്ഷേ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അമേരിക്കയ്ക്ക് തീർക്കാൻ പറ്റാതെ വന്നാൽ, അമേരിക്ക അടിച്ചൊതുക്കാൻ പറ്റാതെ വന്നാൽ ഒരുപക്ഷെ ഇസ്രായേലിനോട് ചേരുന്നതായിരിക്കും. പക്ഷേ ഈ അവസരത്തിൽ ഇറാൻ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേലുമായി ഒരിക്കലും പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, വളരെ 25ഓളം വർഷങ്ങളോളായി ഡെത്ത് ഫോർ ഇസ്രായേൽ എന്ന് പറയുന്ന ഇറാൻ ഒരിക്കൽ പോലും ഇസ്രായേൽ ആക്രമിക്കാതെ നേരിട്ട് ഒരിക്കലും ആക്രമിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ട്? നല്ല മുട്ടുപറയും നല്ല പേടിയും ഉണ്ട്. കാരണം ടാർഗറ്റ് അസാസിനേഷൻ, അതായത് എല്ലാ നേതാക്കന്മാർക്കും ശരിയാണ്, അവർക്ക് അവരുടേതായിട്ട് വ്യക്തിഗത ചിന്തകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ജീവന് ഓരോ നേതാക്കന്മാരും കൊതിയുണ്ട്. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് IRGCക്കാർക്ക് നല്ല പേടിയുള്ളത് കൊണ്ടാണ് ഇസ്രായേലിനെ തൊടാത്തത്. കാരണം അമേരിക്ക പോലെയല്ല ഇസ്രായേൽ. ആളിയൻ വന്നാൽ ആളിയൻ വെടിപ്പാക്കും, ഓരോരുത്തരെയും കണ്ടെത്തും, അവരവരെ എല്ലാവരും എടുത്തു കളയും. അപ്പം രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, രഹസ്യമായിട്ട് 7ഓളം ദേശങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയോടും ഇസ്രായേലോടും, ജോലി തീർത്തിട്ട് പോയാൽ മതി, നടേശ പണി തീർത്തിട്ട് പോയാൽ മതി, അല്ലാതെ പോകണ്ട എന്നുള്ള ഉറപ്പാണ്. കാരണം ഇന്ന് നേരിട്ടുള്ള യുദ്ധത്തിലേക്കാണ് ഹൂതികളും അതോടൊപ്പം തന്നെ സൗദി കടക്കാൻ പോവുകയാണ്. സൗദിയുടെ ചിരകാല അഭിലാഷമായിട്ടുള്ള ചെങ്കടലിലേക്കുള്ള ആ എണ്ണ വാതക ലൈൻ, ഈ പറയുന്ന ഹോർമൂസിനെ ഒഴിവാക്കാനുള്ള ആ ശ്രമങ്ങളെ പോലും ഇന്ന് ഹൂതികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും ദേശങ്ങളായിട്ടുള്ള, അതായത് സൗദിക്കായാലും UAEക്കായാലും ബഹ്റിനായാലും അതോടൊപ്പം തന്നെ ഖത്തറിനായാലും ജീവിക്കാൻ ഇനി അസംഭവ്യമാണ്. ഇവർക്ക് ഇനി ഇൻ കേസ് അണുവായുധം, ഇന്നലെ ഞാൻ പറഞ്ഞത്, അണുവായുധം കിട്ടിയാൽ തീർന്നു, ഈസ് ഡൺ. ഇറാൻ അണുവായുധം കിട്ടിയാൽ ഈ പറയുന്ന 8ഓളം ദേശങ്ങൾ ഇല്ലാതാകും. ഇവരായിരിക്കും ഭീഷണിപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പണി തീർക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രംപ് അഡീഷണൽ ഫണ്ട് ശേഖരിച്ചിരിക്കുകയാണ്. ഈ യുദ്ധം ദിവസം 11 അല്ല, ദിവസം 22 അല്ല, 25 വരെ. ടു ബി വെരി ഫ്രാങ്ക്, അതായത് ട്രംപിന്റെ അഭിലാഷമായിട്ടുള്ള ഇറാനെ മുട്ടുകുത്തിക്കാതെ യുദ്ധം തീരില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു. പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതായിരിക്കും 100% നമുക്കറിയാം. രഹസ്യമായിട്ട് എല്ലാ ദേശങ്ങളും ഇസ്രായേലിനോട് അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെ, അടിക്കാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇനി ഈ റെജീമിനെ വെച്ചുകൊണ്ട് അവിടെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് എല്ലാ രാജാക്കന്മാർക്കും മനസ്സിലായ സുഹൃത്തുക്കളെ.